ഗസ്റ്റുകൾ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറെ മൊമെന്റുകളൊക്കെ ആയിരുന്നു ലൈവില്. പിന്നെ അവര് പുറത്തേക്ക് പോയി. ഇതിപ്പോ മൂന്നാമത്തെ ദിവസമായിരുന്നു, അവരുടെ മൂന്നാമത്തെ ദിവസമാണ് പുറത്തായത്. മൂന്നാമത്തെ ദിവസം 3 ദിവസമൊക്കെ ഗസ്റ്റുകളെ നിർത്താറുള്ളൂ. രണ്ടുപേരും ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നുപോയി എന്നും പിന്നെ പോസിറ്റീവ് എനർജി കിട്ടിയെന്നും പിന്നെ എന്താണ് മെമ്മറീസ്, ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും. 5 വർഷങ്ങളൊക്കെ ആയി അവര് വന്നിട്ടപ്പം ആ രീതിയിലുള്ള സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാബു ശ്വേത രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ തന്നെ എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അവർക്കൊരു സീനിയോറിറ്റി വെച്ച് അതിനകത്ത് പിന്നെ പരിമിതികളൊക്കെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഹിന്റുകളൊക്കെ ആയിട്ട്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇവര് പരമാവധി സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം. അത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ആ ഒരു വിരുന്നിന്റെ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ആക്കാനൊക്കെ പറഞ്ഞു എല്ലാവരോടുമായിട്ട്. പ്രത്യേകിച്ച് ശ്വേത, അവരുടെ ഒരു ക്വാളിറ്റി അത് അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ശ്വേത പറയുന്നുണ്ട് ലൈവിനകത്ത്, ജിൻഡോ മൈ ചക്കരെ വാട എന്ന് 2 തവണ കെട്ടിപ്പിടിച്ചു. വളരെ പേഴ്സണൽ ആയ ഒരു കെട്ടിപ്പിടുത്തമാണത്. വളരെ ആത്മാർത്ഥമായ സ്നേഹമാണ് പുള്ളിക്കാരി ആ ഒരു കാണിച്ചത് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ രീതിയിലുള്ള മികച്ച 2 ഗസ്റ്റുകളായിരുന്നു സാബു ശ്വേതയും. ക്വാളിറ്റി അവര് കാണിച്ചു കേട്ടോ. ചാലഞ്ചേഴ്സ് എന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. നല്ല ചാലഞ്ചേഴ്സ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ല 2 ഗസ്റ്റുകളായിരുന്നു. ഗസ്റ്റുകളുടെ ക്വാളിറ്റിയും പിന്നെ ഗസ്റ്റുകൾ എങ്ങനെ പെരുമാറുന്നു ആ രീതിയിൽ രണ്ടുപേരും പെരുമാറി. ആ രീതിയിലാണ് വന്നതെന്ന് തോന്നുന്നു. പിന്നെ ബിഗ് ബോസ് ഇവർക്കൊരു ഫോട്ടോ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വന്നതും അങ്ങനെയുള്ള കുറെ മെമ്മറീസ്, ന്യൂ മെമ്മറീസ്, പുതിയ ഓർമ്മകളിലേക്കെന്നൊരു സംഭവമായിട്ടാണ് കൊടുത്തത്. ഇത്രയുമായിരുന്നു മെയിൻ ലൈവ് അപ്ഡേറ്റുകൾ. സാബു ശ്വേത രണ്ടുപേരും പുറത്തായി. സാബു ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട് ഡയമണ്ടിന്റെ കാര്യത്തിൽ, നനവുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതിന്റെ അപ്ഡേറ്റുകൾ വേറൊരു വീഡിയോയിൽ പറയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.